the Indian citizens. സുരേഷ് ഗോപി അവിടേക്ക് ഏകദേശം ഈ ഇപ്പോൾ വന്നിട്ടുള്ള പേരുകൾക്ക് അപ്പുറത്തേക്ക് മാറിയിട്ട് പുതിയ പേരുകൾ വരാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. 65 പേരാണ് BJP-യിൽ നിന്നും, 11 പേർ ഘടകകക്ഷികളിൽ നിന്നും വരുന്നു എന്നുള്ളത് തന്നെയാണ് വരുന്നത്. അതിലാകെ ഉള്ളത് ഇപ്പോൾ NCP അവർ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രഫുൽ പട്ടേൽ അല്പസമയം മുമ്പ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഇൻഡിപെൻഡൻറ്റ് ചാർജുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി സ്ഥാനമാണ് വാഗ്ദാനം ചെയ്തത്. അതൊരു ഡീമോഷനാണ്, അല്ലെങ്കിൽ ഒരു തരം താഴ്ത്തലാണ്. കാരണം ഞാൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു UPA സർക്കാരിൽ എന്നുള്ളതാണ്. തൽക്കാലം കാത്തിരിക്കാൻ BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ വികസനം വരുമ്പോൾ നമുക്ക് കാര്യം പരിശോധിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലം ഇന്ന് NCP-യുടെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇതുവരെ വന്നിട്ടുള്ള ഈ പേരുകൾക്കപ്പുറത്തേക്ക് മാറി പുതിയ പേരുകൾക്കുള്ള സാധ്യത വളരെ വിരളമാണ്. എന്നാലും ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള പേരുകളാണ്. നമ്മൾ 65 BJP-യിൽ നിന്നും 11 പേർ ഘടകകക്ഷികളിൽ നിന്നും വരുന്നു എന്നുള്ളത്. അതിനപ്പുറത്തേക്കുള്ള പേരുകൾ വരുന്നോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തുടങ്ങുമ്പോൾ അറിയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം. ശിവരാജ് സിംഗ് ചൗഹാൻ, സുരേഷ് ഗോപി വളരെ സുരേഷ് ഗോപി അവിടെ സ്നേഹം പങ്കിടുകയാണ് വെങ്കയ്യ നായിഡു അടക്കമുള്ള ആളുകളുമായി.